ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കിച്ചൺ ടൂറാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് ഒരു മോഡുലാർ കിച്ചൺ ആണ്. അതുപോലെ സൗകര്യപ്രദമായിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്. അതുകൂടാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സംഗതി കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ആദ്യം നമുക്ക് ഈ ഒരു വൈറ്റ് മോഡുലാർ കിച്ചൺ നോക്കാം. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. ഈ ഒരു കളർ തീമിനോട് മാച്ചായിട്ടാണ് ഇവിടെ ടേബിളും ചെയറും നൽകിയിട്ടുള്ളത്. സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സീലിംഗ് ജിപ്സനിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിളും ചെയറും വരുന്നത് മെറ്റൽ ടൈപ്പിലാണ്. ഇവിടെ കബോർഡ്സ് മൊത്തം ചെയ്തിട്ടുള്ളത് WPC വിത്ത് അക്വറിലിക് ലാമിനേറ്റഡ് ആണ്. മാറ്റ് ഫിനിഷിംഗ് അക്വറിലിക് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലാണ് ഫ്രിഡ്ജൊക്കെ വന്നിട്ടുള്ളത്. അത് നമുക്ക് പിന്നീട് വിശദീകരിച്ച് കാണാം. ആദ്യം നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെയാണ് സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റോർ റൂമിൻ്റെ ഡോറ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. WPC വിത്ത് PU പെയിൻ്റ് ആണ്. ചെറിയൊരു സ്റ്റോർ റൂം ആണെങ്കിലും അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി കബോർഡ്സ് ഒന്ന് നോക്കാം. കബോർഡ്സിന് അകത്തായിട്ട് തട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് സൊമാനിയയുടെ ഫുൾ ബോഡി ടൈലാണ്. വൈറ്റ് കളർ തന്നെയാണ്. സെൻറ്റർ പോർഷനിലായിട്ടാണ് ഇവിടെ സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു വിൻഡോ ആണ് അത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്താണ് വുഡാനോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആഫ്ലയുടെ വുഡാനോബാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു അപ്പർ ക്യാബിനറ്റ് നോക്കാം. ഇതിനകത്തും തട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയും ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ വർക്കിംഗ് കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വർക്കിംഗ് കിച്ചണിലേക്ക് കടക്കുന്ന ഭാഗത്ത് പാനലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഡോറായിട്ട് വെച്ചിട്ടില്ല കേട്ടോ. ഇതും അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു വർക്കിംഗ് കിച്ചൺ ആണ്. ഇവിടെ ഒരു ഗ്രീൻ ഷെയ്ഡ് കബോർഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാളിൽ 2x4 ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കോൺക്രീറ്റിൽ വാർത്തിട്ട് അതിന് മുകളിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളതാണ്. ഇവിടെ കബോർഡ്സ് വന്നിട്ടുള്ളത് WPC വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആണ് കേട്ടോ. ഇതും മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് മിക്സിക്ക് വേണ്ടിയിട്ട് പോയിന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഫ്രണ്ടിലേക്കായിട്ട് കാണുന്ന രീതിയിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിങ്കിന് മുകളിൽ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽസൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതും മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഗ്യാസ് സ്റ്റൗ വന്നിട്ടുണ്ട്. അതുപോലെ വിറകടുപ്പും ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ വിറകടുപ്പാണ് ചെയ്തിട്ടുള്ളത്. ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സോസ്റ്റ് ഫാനാണ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ കബോർഡ്സിനകം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് കേട്ടോ ഇത്. ഇവിടെ ഫുഡ് കഴിക്കാനും മറ്റുമൊക്കെ നമുക്ക് ചുമ്മാ ഇരുന്ന് ഫാമിലിയായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസാണ്. ഇവിടെ ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതാ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ഡോറ് വരുന്നുണ്ട്. 2 സൈഡിൽ നിന്നും ഡോറ് വരുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിലുള്ളൊരു ജാളി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഡോറ് കൂടി വന്നിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്ത് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഒരൊറ്റ അടുപ്പ് വരുന്ന ഒരു വിറകടുപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ഡോറുണ്ടല്ലോ, ഇതൊരു വിറകുപുരയാണ് കേട്ടോ. ഇതിനകത്ത് GI സ്റ്റാൻഡാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചൂല് അങ്ങനെയുള്ള മഫ് കാര്യങ്ങളൊക്കെ വെക്കാനും യൂസ്ഫുള്ളാണ് കേട്ടോ. വിറക് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള അധികമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ യൂസ്ഫുള്ളാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. ഇവിടെയാണ് അലക്ക് കല്ലും അതുപോലെ കിണറും പുറത്തേക്ക് വരുന്ന ബാത്റൂമൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാക്ക് സൈഡിൽ താന്തൂർ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത് മുറ്റത്ത് കേട്ടോ. പിന്നെ അതാ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമായിരിക്കും. അയൽ കെട്ടാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. നമ്മുടെ കോമ്പൗണ്ട് വാളിൽ തന്നെ നമുക്ക് കുറഞ്ഞ സ്പേസിൽ ചെയ്യാൻ പറ്റുന്നൊരു അയലാണ്. കോമ്പൗണ്ട് വാളിൽ ക്ലാമ്പ് ചെയ്തിട്ട് അതിനകത്ത് ഊക്ക് കൊടുത്തിട്ട് നമുക്ക് എത്ര അയൽ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ പരിചയപ്പെടുത്തുന്ന ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.